18-ാം സങ്കീർത്തനം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ മധുരഗായകനായ ദാവീദ് ഇങ്ങനെ ആലപിച്ചു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മേക്കാളും ബലമുള്ള ശത്രുവിൻ്റെ മുന്നിൽ നമ്മൾ പകച്ചു പോകാറില്ലേ? ഒരുപക്ഷെ ആ ബലമുള്ള ശത്രു രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, തലമുറയുടെ വിഷയങ്ങളായിരിക്കാം, കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരവസ്ഥയായിരിക്കാം. ബലമുള്ള ശത്രു നമ്മുടെ മുന്നിൽ പലപ്പോഴും വെല്ലുവിളി ഉയർത്തിയിട്ടും ഇന്ന് പകലിലും നമ്മൾ ആരോഗ്യത്തോടെ, നമ്മൾ ക്ഷേമത്തോടെ, ജീവനോടെ തകരാതിരിക്കുന്നത് 18-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ ആലപിച്ചു. എൻ്റെ ബലമായ യഹോവ, യഹോവ എൻ്റെ ബലമായതുകൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ സങ്കേതമായതുകൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ ഫലമായതുകൊണ്ട് ഇന്നു പകലിലും എന്നേക്കാളും ബലമേറിയ ശത്രുവിൻ്റെ മുന്നിൽ നമ്മൾ വീഴാതെ തകരാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ 3 പ്രത്യേകത ഇന്ന് ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു. ആ കരം നമ്മെ പിടിക്കുന്ന കരമാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ മുന്നിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ മുന്നിൽ അനങ്ങാതെ ചലിക്കാതിരിക്കുന്ന കരമല്ല ദൈവത്തിൻ്റെ കരം. നാം കരയുമ്പോൾ, നാം ഒരു പ്രതിസന്ധിക്കകത്തുപെട്ട് നെടുവീർപ്പിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്റെ അരികിലേക്ക് നീണ്ടുവന്ന് നിന്നെ പിടിക്കുന്ന കരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരം. 2, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളം എന്ന് പറയുന്നത് നിന്നെ തകർക്കുന്ന ശക്തിയാണ്, നിന്നെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ശക്തിയാണ്, നിന്നെ ഇല്ലാതാക്കുന്ന ശക്തിയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ചലിക്കുന്ന ഒരു കരമുണ്ട്. ആ വെള്ളത്തിനകത്തു നിന്ന് എന്നെ വിടുവിക്കുന്ന കരമുണ്ട്, എന്നെ പിടിക്കുന്ന ഒരു കരമുണ്ട്. ആ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുന്ന കരമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ വെളിപ്പെടാൻ പോവുകയാണ്. നീ അകപ്പെട്ടിരിക്കുന്ന സകല പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ചലിക്കുന്ന കരം, സ്വർഗത്തിൽ നിന്ന് നീണ്ടുവരുന്ന കരം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കരം നിന്നെ പിടിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ പോവുകയാണ്. 3-ാമതായിട്ട് ദാവീദ് അവിടെ പറയുന്നു, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അത് നിന്നെ പിടിക്കുക മാത്രമല്ല, അത് നിന്നെ വലിച്ചെടുക്കുക മാത്രമല്ല, നിന്റെ ശത്രുവിൻ്റെ നടുവിൽ നിന്ന്, നിന്റെ ശത്രുവിൻ്റെ മുന്നിൽ നിന്ന്, നിന്നേക്കാൾ ബലമേറിയ അവരുടെ കരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന, എന്നേക്കുമായിട്ട് നിന്നെ സ്വതന്ത്രനാക്കുന്ന കരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരം. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ മറന്നുപോകരുത്, സ്വർഗത്തിൽ നിശ്ചലമായിരിക്കുന്ന ഒരു കരമല്ല എനിക്കും നിങ്ങൾക്കുമുള്ളത്. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ചാരെ ഇറങ്ങി വരുന്ന, പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ചലിക്കുന്ന, നമ്മെ പിടിച്ചെടുക്കുന്ന, നമ്മെ പെരുവെള്ളത്തിൻ്റെ നടുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന, ശത്രുവിൻ്റെ കരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന കരമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കരം. ആ സ്വർഗത്തിൻ്റെ കരം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, നിങ്ങൾ തകരുന്ന ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ അനാഥരല്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക.